നമ്മളിന്ന് നിൽക്കുന്നത് റിവർ ഇന്ത്യയുടെ ട്രിവാൻഡ്രത്തെ ഷോറൂമിലാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് വണ്ടിയുടെ വിശേഷങ്ങൾ അറിയാനും അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിനെ കുറിച്ച് അറിയാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടി ഇതാണ് നമ്മളെ റിവർ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മളെ വണ്ടി വന്നിട്ട് ഫസ്റ്റ് നമുക്ക് എല്ലാ ഇലക്ട്രിക് വണ്ടികളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ബാറ്ററിയാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഓൾറെഡി വണ്ടി ഇറങ്ങിയിട്ട് 2 വർഷത്തോളമായി. അപ്പോൾ നമുക്ക് ഇതാ കേരളത്തിലെ ട്രിവാൻഡ്രം പാപ്പനംകോട് ഷോറൂമിലാണ് ഇതാ ഫസ്റ്റ് വരുന്നത്. ഇത് ജനറേഷൻ 2 ആണ്. പിന്നീട് മെയിൻ ആയിട്ട് ഇതാ ബാറ്ററിയിലേക്ക് തന്നെ വരാം. 4 കിലോവാട്ടിന്റെ ബാറ്ററിയാണ് നമ്മളെ വണ്ടിയിലേക്ക് വന്നിരിക്കുന്നത്. അതിന് ഡ്രൈവ് ചെയ്യാനായിട്ട് മോട്ടർ എന്ന് പറയുന്നത് 6.7 കിലോവാട്ടിന്റെ ഒരു മോട്ടറുമാണ് ഉള്ളത്. പിന്നീട് വരുമ്പോഴത്തേക്കും നമുക്കിതാ ഇവിടെ സ്റ്റോറേജ്, ഫ്രണ്ടിലൊരു സ്റ്റോറേജ് കാണാം, അതുപോലെ തന്നെ റിയറിലും ഒരു സ്റ്റോറേജ് ഉണ്ട്. ഈ റിയറും ഫ്രണ്ടും കൂടെ ചേർത്ത് 55 ലിറ്റേഴ്സ് ആണ് പറയുന്നത്. 55 ലിറ്റേഴ്സിൽ 43 റിയറും അതുപോലെ തന്നെ 12 ലിറ്റർ ഫ്രണ്ടിലുമാണ് വരുന്നത്. വണ്ടിയുടെ ടയറിലേക്കാണ് ഫ്രണ്ട് 14 ഇഞ്ചിന്റെ അലോയാണ് നമുക്കുള്ളത്. ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്ക് ആണ്, അതുപോലെ തന്നെ റിയറിലും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 LED ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് തൊട്ട് താഴെതായി കിടക്കുന്നതാണ് DRL എന്ന് പറയുമ്പോഴത്തേക്കും ഓൾവേസ് നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോഴത്തേക്കും ഈ ഒരു ലൈറ്റ് ഇതേപോലെ ടേൺ ഓൺ ആവും. പിന്നെ നമ്മൾ റൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന ഹൈ ബീമും ലോ ബീമും നമുക്ക് വർക്ക് ആവുന്നതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് വണ്ടി ഇവിടെ ഒരു ഷോപ്പ് പീസ് ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ റൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം അറിയാൻ പറ്റും എന്താണ് കാര്യം എന്നുള്ളത്. റിവർ ഇന്ത്യയിൽ പാർക്ക് അസിസ്റ്റ് ഇടാനായിട്ട് ഈ പാർക്ക് അസിസ്റ്റ് ബട്ടൺ ഒരു 3 സെക്കൻഡ്സ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ആക്റ്റീവ് ആവും. പിന്നീട് സാധാ വണ്ടികൾ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ പതിയെ ത്രോട്ടിൽ കൊടുത്ത് റിവേഴ്സ് എടുക്കുക. ഇത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ജസ്റ്റ് ഫ്രണ്ടിൽ പോകണമെങ്കിൽ 1 ടാപ്പിൽ പ്രസ് ചെയ്യുക. ആക്സലറേഷൻ കൊടുക്കുമ്പോൾ 1 ടാപ്പിൽ ഫ്രണ്ടിൽ പോകും. ഇനി ഇത് റിലീസ് ചെയ്യാൻ വീണ്ടും 3 സെക്കൻഡ്സ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. റിവർ ഇന്ത്യയിൽ 3 റൈഡിംഗ് മോഡുകളാണ് വരുന്നത്: ഇക്കോ, റൈഡ്, റഷ്. നമുക്ക് ഏറ്റവും ടോപ്പ് സ്പീഡ് മോഡായ റഷിലിട്ട് വണ്ടി ഒന്ന് എടുത്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ 18 ഡിഗ്രി ഗ്രേഡബിലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു വണ്ടി ഒരു നല്ലൊരു സ്ലോപ്പിലായാലും ഇക്കോ മോഡിൽ നന്നായിട്ട് കയറി പോകും. എന്ന് വെച്ചാൽ നല്ല എഫേർട്ട് എടുക്കാതെ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് കയറി പോകുമെന്നാണ് പറയുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബൈക്കിലൊക്കെ വരുമ്പോഴത്തെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ സാധാരണ ഒരു യമഹയിലും അതിലൊക്കെ വരുമ്പോഴത്തെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് നമ്മളെ റിവർ ഇന്ത്യയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇപ്പം നിലവിലും എല്ലാ EVSലും ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് യൂസ് ചെയ്യുന്നത്. റിയറിലേക്ക് വരുമ്പോഴത്തേക്കും സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും സ്പ്രിംഗ് സസ്പെൻഷൻസ്. ഈ വണ്ടിയിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു യൂട്ടിലിറ്റി വെഹിക്കിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. റിവർ ഈ ഒരു വണ്ടിയെ പറയുന്നത് SUV ഓഫ് സ്കൂട്ടേഴ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തുമാത്രം സ്പേസ്, എന്തുമാത്രം സ്റ്റോറേജ്, എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത്. പിന്നെ റൈഡിംഗ് കംഫർട്ടിന്റെ ഭാഗമായിട്ട് റൈഡറിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഒരു ഫുഡ് പെഗ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാല് വെക്കാൻ ബുദ്ധിമുട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കാല് വെച്ച് ഓട്ടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഗാർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം വണ്ടി എന്തെങ്കിലും ആക്സിഡന്റൽ ആയിട്ട് വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഗാർഡ് പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഈ പാനൽസിലെ എല്ലാം നോക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് വണ്ടിയുടെ അക്സസറീസിനെ കുറിച്ചൊന്ന് നോക്കാം. അക്സസറീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ഫോൺ ഹോൾഡർ ജസ്റ്റ്, പിന്നീട് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ട്. ബാക്ക് റെസ്റ്റ് 2-3 ടൈപ്പ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഗ്രാബ് റെയിൽ, അതും 2 ടൈപ്പ് ഉണ്ട്. പിന്നീട് വരുന്നത് ഫുഡ് റെസ്റ്റ് ആണ്. പില്ലിയൻ ഫുഡ് റെസ്റ്റ്, നമ്മൾ സൈഡ് സിറ്റിംഗ് ഒക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ സൈഡ് സിറ്റിംഗ്സിൽ വരുന്ന ഫുഡ് റെസ്റ്റ് ആണ്. നമ്മൾ പിന്നെ ഒരു കാര്യം പറയാൻ നമ്മൾ വിട്ടുപോയി. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും വൈസർ ഉണ്ട്. അഡീഷണൽ ആയിട്ട് നമ്മൾ അക്സസറി ആയിട്ട് വാങ്ങിച്ച് വെക്കുന്ന ഒരു വൈസറാണിത്. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വൈസറാണ്. പിന്നീട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ള EVകളിൽ കണ്ടിട്ടില്ലാത്ത വേറൊരു ഫീച്ചർ ഉണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കും സെൻട്രൽ സ്റ്റാൻഡ് നമ്മളെ റിവർ ഇന്ത്യയിലുണ്ട്. അത് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ടയർ എന്തെങ്കിലും പഞ്ചറാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് ചെയ്യാവുന്നതായിരിക്കും. പഞ്ചറെല്ലാം ഒട്ടിക്കാവുന്നതായിരിക്കും. സാധാ EV സ്കൂട്ടർ പോലെയല്ല. കണ്ടില്ല, ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഓൾറെഡി നമുക്ക് ടയർ മൂവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ എന്തായാലും ഇത്രയും പറഞ്ഞു. ഇനി നമുക്ക് വണ്ടിയുടെ സ്റ്റോറേജിനെ കുറിച്ച് അറിയാം. സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഇത്രയും സ്പേസ് ആണുള്ളത്. 43 ലിറ്റേഴ്സ് ഓഫ് സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മളെ റിയറിൽ വരുന്നത്.
ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇരിക്കുന്നു. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ഹാഫ് ഫേസ്. ഇതാണ് നമ്മുടെ റിവർ ഇന്ത്യയുടെ ചാർജർ, പോർട്ടബിൾ ചാർജറാണ്. ഇത് വന്നിട്ട് 750 വാട്ടിന്റെ ചാർജറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വണ്ടിയിൽ 43 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് റിയർ ഉള്ളത്. ഫ്രണ്ടിൽ വന്നിട്ട് 12 ലിറ്റേഴ്സ് ആണ്. അതാണ് ഇവർ ഈ 55 എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഫ്രണ്ടും കൂടി ഒന്ന് കാണാം. റിയർ നമ്മൾ ഓപ്പൺ ചെയ്തു, ഫ്രണ്ടും നോർമൽ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ദേ കണ്ടില്ലേ, ഇതാണ് നമ്മളെ ഫ്രണ്ട് സ്റ്റോറേജ്. നമ്മളെ മൊബൈൽ ഫോണും യൂട്ടിലിറ്റീസും അതുപോലത്തെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ വെക്കാവുന്നതാണ്. നമ്മളിത് ഫ്രണ്ട് വന്നിരിക്കുന്നത് 110ന്റെ ഒരു ടയർ സൈസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റിയർ വന്നിരിക്കുന്നത് ഒരു 120 ടയർ സെക്ഷൻ ആണ് റിയർ വന്നിരിക്കുന്നത്. വണ്ടിയുടെ ചാർജിങ്ങിനെ കുറിച്ച് പറയുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഇവിടെ ഒരു പോർട്ടബിൾ ചാർജർ കിട്ടും. ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, ഈ ഒരു ചാർജറാണ് വണ്ടിയുടെ അവിടെ പോർട്ടബിൾ ചാർജറായിട്ട് കിട്ടുന്നത്. പിന്നീട് വന്നിട്ട് വണ്ടിയിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടീവ് ആണ്. ഫാസ്റ്റ് ചാർജ് ഇനി അങ്ങോട്ട് വരുന്ന അപ്ഡേഷനിലും അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് അത് പർച്ചേസ് പ്ലാൻ പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിട്ട് വരുന്നത്. ഓൾറെഡി സപ്പോർട്ടഡ് ആണ്, ബട്ട് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ വരത്തുള്ളൂ. ഓക്കെ, നമുക്ക് അങ്ങനെ റേഞ്ചിനെ കുറിച്ച് പറയാം. എന്തായാലും എല്ലാ ഇലക്ട്രിക് വണ്ടിയിലും റേഞ്ചിനെ കുറിച്ച് പറയണമെന്നാണല്ലോ. അങ്ങനെ നമ്മുടെ റിവറിലേക്ക് വരുമ്പോഴത്തേക്കും 161 ആണ് IDC പറയുന്നത്. IDC അത്രയാണെങ്കിലും ഏകദേശം നമ്മളെ കസ്റ്റമേഴ്സിന് കിട്ടുന്നത് ഒരു 110 ആ ഒരു റേഞ്ച് അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് റിയറിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു നീളമുള്ള ഒരു LED ടെയിൽ ലൈറ്റ് ആണ് കാണാൻ പറ്റുന്നത്. ഒരു റെഡ് കളറിൽ ഒരു സ്മോക്കി ഫീലിലാണ് നമ്മൾ ടെയിൽ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനിലാണ് കവർ ചെയ്തിരിക്കുന്നത്. പിന്നീട് സൈഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് റിയർ ഫെൻഡർ കാണാൻ പറ്റും. റിയർ ഫെൻഡർ ഇത് ഇത്രയും രീതിയിലാണ് നമുക്ക് മഡ് സ്പ്ലാഷിംഗ് ഇല്ലാതെ നമുക്ക് കവറായി കിട്ടുന്നത്. പിന്നീട് ഇതിന്റെ സൈഡിൽ 2 റിഫ്ലക്ടറും നമ്മളെ സാധാ ചില വേറെ വണ്ടികളിലൊക്കെ വരുമ്പോൾ, ഞാൻ വണ്ടിയുടെ പേര് പറയുന്നില്ല, വണ്ടിയിൽ വരുമ്പോൾ തന്നെ റിഫ്ലക്ടർ ബോത്ത് സൈഡിലും റിഫ്ലക്ടർ വരുന്നുണ്ട്. ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് റിയറിലും അതേപോലെ തന്നെയാണ് വരുന്നത്. നമുക്ക് ഇനി വരുമ്പോഴത്തേക്കും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബട്ടൺ ആണ്. ഇതെന്ന് പറയുന്നത് ഹൈ ബീം, ലോ ബീം, അതുപോലെ തന്നെ പാസ് സ്വിച്ച് ആണ് ഇവിടെ വരുന്നത്. പിന്നീട് വന്നിട്ട് ഇൻഡിക്കേറ്റേഴ്സ്, ഒരു ഹോണിന്റെ സ്വിച്ച് ആണ് ഇവിടെ വരുന്നത്. പിന്നീട് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിതാ ഇവിടെ ഒരു പാർക്ക് ബട്ടൺ കാണാൻ പറ്റും. പാർക്ക് അസിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. റിവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ബട്ടൺ ആണ്. നമ്മൾ റിവേഴ്സ് മോഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ബട്ടൺ ജസ്റ്റ് 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പാർക്ക് അസിസ്റ്റന്റ് ടേൺ ഓൺ ആവുന്നത്. അങ്ങനെ നമുക്ക് ടേൺ ഓൺ ആവാം. പിന്നീട് അതിൽ ഒരു 1 പ്രസ്സിൽ നമുക്ക് സ്വിച്ച് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലേക്കും പോകാൻ പറ്റും. വീണ്ടും നമുക്ക് റിട്ടേൺ ആയിട്ട് 1 സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും റിയറിൽ വരും. പിന്നീട് നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർഡ് പ്രസ്, ജസ്റ്റ് 3 സെക്കൻഡ്സ് ഹാർഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ആവുന്നതായിരിക്കും. പിന്നീട് വന്നിട്ട് കിൽ സ്വിച്ച് നോർമലി വരുന്ന പോലെ തന്നെയാണ്. തൊട്ട് താഴെ വന്നിട്ട് മോഡ് ബട്ടൺ. 3 മോഡാണ് ഈ വണ്ടിയിൽ വരുന്നത്. 3 മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും എക്കോ, റൈഡ്, റഷ് എന്നീ പറയുന്ന 3 മോഡാണ് നമ്മുടെ വണ്ടിയിൽ വന്നിരിക്കുന്നത്. ടോപ്പ് സ്പീഡ് മോഡ് എന്ന് പറയുന്നത് റഷ് മോഡാണ്. അതിലായിരിക്കും വണ്ടി 90 km/h സ്പീഡ് കയറുന്നത്. നമ്മൾ നേരത്തെ ആക്സസറീസിനെ കുറിച്ച് പറഞ്ഞു. ഇതാണ് ആക്സസറീസ് സെക്ഷൻ. നമുക്ക് ആക്സസറീസ് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഈ കാണുന്നതാണ് വണ്ടിയുടെ ഫോൺ മൗണ്ട്. വണ്ടിയിൽ തന്നെ നമുക്ക് ഫോൺ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൗണ്ട് ആണ് കാണുന്നത്. ഇത് പില്ലിയൻ ബാക്ക് റെസ്റ്റ് ആണ് ഈ കാണുന്നത്. പിന്നീട് വന്നിട്ട് വണ്ടിയുടെ വൈസർ പഴയ വൈസർ ഇതാണ്. ഇത് വരുന്നത് പുതിയ ടിൻറ്റഡ് അപ്ഡേറ്റഡ് വൈസറാണ്. ഈ ഒരു വൈസറാണ് ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നത്. ഇത് വന്നിട്ട് ഔട്ട്ഡേറ്റഡ് ആയി. ഇതാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നത്. അടുത്തത് വരുമ്പോഴത്തേക്കും ഫുട്ട് റെസ്റ്റ്, പില്ലിയൻ ഫുട്ട് റെസ്റ്റ് ആണ് കാണുന്നത്. പിന്നീട് വന്നിട്ട് ഗ്രാബ് റെയിൽ, റിയർ ഗ്രാബ് റെയിൽ. ഇത് ടോപ്പ് നമുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും മൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പിലുള്ള ഒരു ഗ്രാബ് റെയിലാണ് വന്നിരിക്കുന്നത്. ഇത് നോർമൽ ഗ്രാബ് റെയിൽ. പിന്നീട് വരുമ്പോഴത്തേക്കും ഫ്ലോർ മാറ്റ് ഇതാണ്. ഇപ്പൊ ഇവിടെ ഒരു ഗ്രീൻ കാണുന്നുണ്ടോ? ഈ ഗ്രീൻ എന്ന് പറയുന്നത് ഇപ്പം ഓരോ വണ്ടികൾക്കും ഓരോ വണ്ടികളുടെ കളറിനനുസരിച്ചായിരിക്കും വരുന്നത്. ഇപ്പൊ ജസ്റ്റ് ഈ ഒരു മാറ്റ് ഇവിടെയുണ്ട്. ഇത് വന്നിട്ട് നമ്മളുടെ നോർമൽ ഫ്ലോർ മാറ്റ് ആണ് ഇത് കാണുന്നത്. നമുക്കിപ്പം ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്യാം, നോർമൽ ആണ്. പിന്നീട് വന്നിട്ട് സീറ്റ് കവർ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സീറ്റ് കവർ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വണ്ടിയുടെ കളർ അനുസരിച്ചായിരിക്കും സീറ്റ് കവർ ചേഞ്ച് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് വന്നിട്ട് നമ്മുടെ റിവർ ഇന്ത്യയുടെ ടയർ എയർ ഇൻഫ്ലേറ്റർ ആണ്. നമ്മളെ റിവറിന്റെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നീട് ഇത് ടേൺ ഓൺ ചെയ്യാനുള്ള ബട്ടണും പിന്നെ അതിന്റെ നോസിലുമാണ് ഇവിടെ ഉള്ളത്. പിന്നീട് അഡീഷണൽ ആയിട്ട് നമുക്കിത് ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് രാത്രിയൊക്കെ അഥവാ ടയറിൽ കാറ്റടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എയർ ഫില്ല് ചെയ്യാവുന്നതാണ്. പിന്നീട് വന്നിട്ട് റിവറിന്റെ ഹെൽമെറ്റ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ ഒരു ഹെൽമെറ്റ് വന്നിട്ട് ഡബിൾ വൈസറാണ് വരുന്നത്. ഫ്രണ്ടില് നോർമൽ വൈസറും പിന്നീട് ഉള്ളിൽ വന്നിട്ട് നമ്മളുടെ ഐ കവറിംഗ് ആയിട്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു വൈസറാണ്. സ്റ്റഡ്സിലൊക്കെ വരുമ്പോഴത്തെ ഒരു ടൈപ്പ് ഹെൽമെറ്റ് ആണ് കാണുന്നത്. സ്റ്റഡ്സിന്റെ തന്നെയാണ് അത് റിവർ എടുത്ത് ചെയ്യുന്നു എന്ന് ഉള്ളൂ. ഇനി നമുക്ക് റിവറിന്റെ തന്നെ ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് അവിടെയുണ്ട്. പിന്നീട് ബാക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ മെർച്ചൻഡൈസ് കാണാൻ പറ്റും. മെർച്ചൻഡൈസ് ഇതാണ് റിവറിന്റെ മെർച്ചൻഡൈസ്. പിന്നീട് അതുപോലെ തന്നെ ഒരു കിറ്റും അവൈലബിൾ ആണ്. നമ്മൾ റിവറിൽ വന്നിട്ട് 5 കളറാണ് ഉള്ളത്. 5 കളറിൽ ഫസ്റ്റ് ഈ കാണുന്നത് വിന്റർ വൈറ്റ് ആണ്. വൈറ്റ് കളറിന് വിന്റർ വൈറ്റ് എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ ഇവിടെ കാണുന്നത് ഇതിനെ സ്പ്രിംഗ് യെല്ലോ എന്നാണ് പറയുന്നത്. സ്പ്രിംഗ് യെല്ലോ. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും റെഡ് കളർ.
റെഡ് കളറിനെ സമ്മർ റെഡ് എന്നാണ് പറയുന്നത്. ഗ്രേ വന്നിട്ട് സ്റ്റോം ഗ്രേ ആണ് നമ്മുടെ വണ്ടിയിൽ ഉള്ളത്. ഇനി ട്രേഡ് മാർക്ക് കളർ എന്ന് വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഷോറൂമിൽ നന്നായിട്ട് കവർ ആവുകയും അതുപോലെ തന്നെ നല്ല ഭംഗിയും കാണാൻ ഭംഗിയുള്ള ഒരു കളറാണ്. ഈ ഒരു കളറിനെ പറയുന്നത് മൺസൂൺ ബ്ലൂ എന്നാണ്. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരാണ് ഡിസൈൻ ചെയ്യുക അതുപോലെ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കതൊരു അഭിമാനമാണ്. നമ്മുടെ റിവർ ഇന്ത്യ കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു ആളും കൂടിയാണ്. നമ്മുടെ വണ്ടിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് അരവിന്ദ് മണി. പുള്ളിക്കാരൻ ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ പുള്ളിയുടെ ഫ്രണ്ട് വിപിൻ ജോർജും കൂടിയാണ് നമ്മുടെ വണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും കോ ഫൗണ്ടർ ആൻഡ് CEO എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ റിവർ ഇന്ത്യയുടെ വിശേഷങ്ങൾ. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ഷോറൂം വന്നിട്ട് പാപ്പനംകോടാണ്. പാപ്പനംകോട് പഴയ നമ്മുടെ KSRTC സർവീസ് സെന്ററിന്റെയും അതുപോലെ തന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയുടെയും ഓപ്പോസിറ്റ് ആയിട്ടാണ് റിവറിന്റെ പുതിയ ഷോറൂം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. തുടർന്നും ഇതേപോലത്തുള്ള വീഡിയോ ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.